നമുക്ക് ഭരണകൂടങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നീതി ചോദിക്കൽ മാത്രമല്ല സമനീതി ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനെ നീതി ചോദിക്കുന്നത് പോലും ഏറ്റവും വലിയ തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ ഇരിക്കുന്ന 10,000-കണക്ക് സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചില ഭരണവർഗ വിഭാഗങ്ങളുടെ കണ്ണിൽ ഏറ്റവും വലിയ തീവ്രവാദികളാണ്. എന്താണ് കാരണം? ഒന്നാമതായി നമ്മൾ നീതി ചോദിക്കാൻ തയ്യാറായി എന്നതാണ് തീവ്രവാദി എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായി തീവ്രവാദികൾ എന്ന് വിളിക്കാനുള്ള കാരണം നമ്മെ അടക്കി ഭരിച്ചിരുന്ന അക്രമികളുടെ മുന്നിൽ അക്രമികളായ ഭരണാധികാരികളോട് നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടാൻ നാം തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് ഇവരെ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയോട് നീതി ചോദിക്കുക എന്നത് ഏറ്റവും വലിയ ജിഹാദാണെന്നാണ്. ഈ നീതി ചോദിക്കാൻ നമ്മളല്ലാതെ ഇന്ത്യയിൽ പിന്നെ ആരാണുള്ളത്? ഇന്ത്യയിൽ നീതി ചോദിച്ചാൽ അത് തീവ്രവാദമാകുമെങ്കിൽ ആ തീവ്രവാദത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എക്കാലവും ഉണ്ടാകുമെന്നതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. ഈ നീതി ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഒരധികാരി വർഗത്തിനും സാധ്യമാകാത്ത വിധം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗം പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ശക്തിയെ തടഞ്ഞു നിർത്താൻ ഒരു നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധികാരി വർഗത്തിനും സാധ്യമാവുകയില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ച് ഇതിനെ ഭരണകൂടത്താൽ ഞെരുക്കി അമർത്തിക്കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സുരക്ഷാ ഏജൻസികളോട്, രഹസ്യാന്വേഷണ വിഭാഗത്തോട്, വർഗീയ മനസ്സുള്ള അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭരിക്കുന്ന ഈ ഭരണകൂടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നൊരു കാലം വരാൻ പോവുകയാണ്. അന്ന് വർഗീയവാദികൾക്ക് വേണ്ടി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഘാതകർക്ക് വേണ്ടി, ഇന്ത്യയുടെ മാനം കെടുത്തിയ, ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിന്റെ മാനം കെടുത്തിയ ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞ ആയിരക്കണക്ക് 10,000-കണക്ക് കലാപങ്ങളിലൂടെ നിരപരാധികളെ കൊന്നൊടുക്കി ആ ചുടുചോലയിൽ നൃത്തമാടിയ സംഘപരിവാറുകാർക്ക് കുഴലുകുത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു പേടിയും ഒരു പേടിപ്പെടുത്തലുകളും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഭയപ്പെടുന്നത് സർവശക്തനായ അല്ലാഹുവെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭയപ്പെടുത്തലുകൾക്ക് ഞങ്ങൾ നിലനിൽപ്പിക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പൂർവ്വ സംഘടനയായ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF 1990-കളിലാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. 93-ൽ ആരംഭിക്കുമ്പോൾ വർഗീയ ഫാസിസ്റ്റുകൾ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുസൽമാനെയും ദളിതനെയും പിന്നോക്കക്കാരനെയും കൂട്ടക്കശാപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ കലാപങ്ങളിലൂടെ, കൊലപാതകങ്ങളിലൂടെ, അട്ടിമറികളിലൂടെ ചോരച്ചാലികളൊരുക്കി ഒരു ഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ, മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന വർഗീയവാദികൾ, മറുവശത്തെ ഭരണത്തിലൂടെ നീതി നടപ്പാക്കേണ്ട ഭരണാധികാരികൾ അത് നൽകാതെ വെറും വോട്ട് ബാങ്കാക്കി മുസ്ലിം സമുദായത്തെ മാറ്റിക്കൊണ്ടിരുന്ന ഭരണാധികാരികൾ, ഇലക്ഷനു വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഭരണാധികാരികൾ, അവിടെ ഞങ്ങൾക്ക് റോളുമില്ല എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായ സംഘടനകൾ പള്ളിയിലേക്ക് മാറി അവർ സ്വന്തം പള്ളിക്കാര്യങ്ങൾ മാത്രമായി, അവരുടെ സ്വന്തം മതപരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമായി ചർച്ചകൾ ഒതുക്കി പരസ്പരം സംവദിക്കാനും പരസ്പരം വാദപ്രതിവാദം നടത്താനും മാത്രമായി ഉൾവലിഞ്ഞു നിന്നിരുന്ന ഒരു സമയം. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ
ഈ ന്യൂനപക്ഷ ജനങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ ഈ വേദന നെഞ്ചിലേറ്റി ഇതിനെന്ത് പരിഹാരം എന്ന പ്രവാചക ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചങ്ങലക്കെട്ടുകൾ അഴിച്ചുവെക്കാൻ, ഈ പ്രതിസന്ധികൾ ഇല്ലായ്മ ചെയ്യാൻ ഭരണാധികാരികളോട് ഭരണഘടന അനുസരിച്ച് നിങ്ങൾ നീതി നൽകണമെന്ന് ആവശ്യപ്പെടാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ആരാധനകളുടെ ഭാഗമാണ് തന്റെ സഹോദരന്റെ പ്രയാസം മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്നത്. തന്റെ സഹോദരൻ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആരാണെങ്കിലും ശരി, അവന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അവന് RSSകാരൻ വിരട്ടുമ്പോഴും അവനെ കൊല ചെയ്യുമ്പോഴും ചെയ്യരുത് എന്ന് പറയേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട്. ഇത് പ്രവാചകന്റെ പരമ്പരാഗതമായ ജോലിയായി, ചുമതലയായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. ويضع عنهم إصرهم, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കണം. അവന്റെ വർഗമോ വർണ്ണമോ ജാതിയോ നിറമോ നോക്കാതെ പീഡനം അനുഭവിക്കുന്നവന്റെ, ഭീഷണിപ്പെടുത്തപ്പെടുന്നവന്റെ ആ പിഞ്ചോമന മക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ, ആ കരച്ചലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വേദനിക്കുന്ന മനസ്സുമായി അവന്റെ ജാതിയും വർണ്ണവും വർഗവും നോക്കാതെ അവന്റെ ഭാരം ഇറക്കി വെക്കാൻ തയ്യാറാകണമെന്നതാണ് പ്രഖ്യാപനം. അവന്റെ മേൽ വരിഞ്ഞു മുറുകിയ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ, ഫാസിസത്തിന്റെ ചങ്ങലകൾ, ഭരണകൂടത്തിന്റെ ചങ്ങലകൾ അറുത്തുമാറ്റാൻ ധൈര്യം കാണിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്, ചുമതലയാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിലെ മതന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി സർവോന്മുഖമായ സാമ്പത്തികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ, വിദ്യാഭ്യാസപരമായ രാഷ്ട്രീയത്തിന് ശാക്തീകരണത്തിന് വേണ്ടി ആ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രയാണം ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് സർവശക്തനായ റബ്ബിന്റെ അനുഗ്രഹത്താൽ 23 വർഷത്തോളമായി ഇന്ത്യ രാജ്യത്തിലെ പകുതിയേറെ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഈ സന്ദേശം ഈ പീഡിത ജനവിഭാഗങ്ങൾക്ക് പകർന്നു നൽകിയപ്പോൾ ഈ സംഘത്തോടൊപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല ചേർന്നിട്ടുള്ളത്. ഈ സംഘത്തോടൊപ്പം ദളിതനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അല്ലാത്തവരുമൊക്കെ ധാരാളം ആളുകൾ സംഘങ്ങളായി അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ പുത്തൻ താരോദയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന ജനങ്ങൾ, ഞങ്ങൾക്ക് ഇതാര് വിമോചകൻ വരുന്നു എന്ന ലക്ഷ്യത്തോടുകൂടെ അങ്ങ് രാജസ്ഥാനില്, അങ്ങ് മണിപ്പൂരില്, അങ്ങ് ഉത്തർപ്രദേശില്, അങ്ങ് പശ്ചിമ ബംഗാളില്, അങ്ങ് ആന്ധ്രാപ്രദേശില്, തമിഴ്നാട്ടില്, കർണാടകയില്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മർദ്ദ ജനവിഭാഗം അണിചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പറയൂ, ഇത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയല്ലേ? നാം എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്യേണ്ടതല്ലേ? ഭയം മാറ്റിവെച്ച്, ഭയമൊക്കെ തുടക്കത്തിൽ തന്നെ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ട് വന്നവരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഭീഷണികളും ഞങ്ങൾ വകവയ്ക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും അപവാദമുണ്ടെങ്കിൽ, ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചിരുത്തി പറഞ്ഞു തരാം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വിളിച്ചിരുത്താം. ഭരണാധികാരികൾക്ക് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നത് പ്രശ്നമാണ്, അത് തീവ്രവാദമാണ്, ഇത് രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു ഭരണാധികാരിയും ഞങ്ങളെ പറഞ്ഞു തന്നിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങൾ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറയുന്നു, ഞങ്ങളല്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ പണിയെടുക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയാക്കിയത്? LDF സർക്കാർ ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും വഴികേടുകൾ അനുവർത്തിക്കാനാണോ നിങ്ങൾ ആക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇത് രാജിവെച്ചു പോവുകയല്ലേ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ ഒരു പ്രബല ന്യൂനപക്ഷമായ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എഴുതിക്കൂട്ടി കോടതിയിൽ കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ മറുപടി നൽകണം, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് അത് പിൻവലിക്കണം. ആ വ്യാജ അവിടെ വെച്ച് നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊരു രാജ്യവിരുദ്ധ ശക്തികളുമായും ബന്ധമില്ല. തെളിയിക്കട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യൻ മുജാഹിദിനുമായോ ഹുജിയുമായോ ഒന്നും ഒരു ബന്ധവും ഞങ്ങൾക്ക് ആവശ്യമില്ല.
അങ്ങനെ വിദേശ രാഷ്ട്രത്തിന്റെയോ വിദേശ രാഷ്ട്ര സംഘടനകളുടെയോ നിങ്ങൾ ഉണ്ടാക്കുന്നതോ ഉണ്ടാക്കാത്തതോ ആയ അറബി പേരുകളുള്ള ഒരു സംഘടനകളുമായും ഞങ്ങൾക്ക് ബന്ധവും ആവശ്യമില്ല എന്ന് ഞങ്ങൾ അന്നേ തീരുമാനിച്ചതാണ്. എന്താ കാരണം? ഇന്ത്യ രാജ്യത്തെ ദളിതന്റെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ശാക്തീകരണത്തിന് അങ്ങനെ ഒരു ശക്തികളുടെയും പിന്തുണ ആവശ്യമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന അതിമഹത്താണ്. ഈ അതിമഹത്തായ ഭരണഘടന വിഭാവനം ചെയ്ത ആ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ മഹാനായ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ സംവിധാനങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഒരു സവർണ വിഭാഗങ്ങളുടെ മനുവാദികളുടെ ഒരു തരം ഞരമ്പ് രോഗം പോലെ അവർക്ക് അരോചകമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോ ഈ മനുവാദികൾക്ക് ഒരുതരം അരോചകം തോന്നുകയാണ്, ഒരുതരം ഞരമ്പ് രോഗം വരികയാണ്, അവർ കലിതുള്ളുകയാണ്. കാരണം അവർക്ക് ഇന്ത്യ രാജ്യത്തോടൊരു കൂറുമില്ല. നാം ഇന്ത്യക്കാർ, ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗങ്ങൾ, മണ്ണിന്റെ മക്കൾ ബ്രിട്ടീഷ് ജനതയോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുമ്പോൾ ഇവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നില്ലേ? സ്വാതന്ത്ര്യം നേടി രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇവർ നിഷ്ഠൂരം വെടിവെച്ചു കൊന്നില്ലേ? ഇന്ത്യയിൽ 15,000 കലാപങ്ങൾ നടത്തി ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയില്ലേ? പിഞ്ചോമന മക്കളെ മതം നോക്കിയും വർഗം നോക്കിയും വർണ്ണം നോക്കിയും വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കരിച്ചില്ലേ ഇത്തരം ആളുകൾ? ഗർഭിണികളായ സ്ത്രീകളെ വയറുകീറി ആ പിഞ്ചോമന ഗർഭസ്ഥ ശിശുക്കളെ തീയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ഈ കിങ്കരന്മാർ? ഈ വർഗീയവാദികളായ ആളുകളുടെ മന്ത്രിമാർ പോലും ഇപ്പോ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചരിത്രം നാം കേൾക്കുകയല്ലേ? ഇവർക്ക് എന്തു കൂടാൻ ഇന്ത്യയോടുള്ളത്? ഇവർക്കെന്തും പറയാം. പക്ഷേ ഞങ്ങൾക്ക് ഭരണാധികാരിയോട് പറയാനുള്ളത്, ഞങ്ങളുടെ കൂടെ നികുതിപ്പണം വാങ്ങിയാണ് നിങ്ങൾ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത്. ആ ശമ്പളം വാങ്ങിയാണ് IB ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഇവിടെ ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വിഭാഗമായി പ്രവർത്തിക്കുന്നത്. ഈ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 90% ന്യൂനപക്ഷ വരുന്ന വിഭാഗങ്ങൾക്ക് എതിരായി നിങ്ങൾ പേന ഉന്തിയാൽ, നിങ്ങൾ എന്തെങ്കിലും കള്ളരേഖകൾ ചമച്ചാൽ അത് ഈ ജനം മനസ്സിലാക്കും, കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല. അത് തിരുത്തുകയും നിങ്ങളെ തൂത്തെറിയുകയും ചെയ്യുന്നൊരു കാലം അനുനിദൂരമല്ല എന്ന് ഓർക്കണം. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പുതിയ ഉദാഹരണം നമ്മുടെ പോലീസിന്റെ പുതിയ ഉദാഹരണം നിങ്ങൾ ഇന്നലെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനിഞ്ഞാന്ന് പോലീസ് കസ്റ്റഡിയിൽ പോലീസിനെടുത്ത് അതിന് കീഴടങ്ങി പോലും എന്നൊരു വാർത്ത വന്നു. എന്താ സംഭവം? 2.5 വർഷങ്ങൾക്ക് മുമ്പ് NCHRO എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനം ഉണ്ട്. കേരളത്തിലും ഇന്ത്യയിലും സജീവമായി ഒരു മതവും നോക്കാതെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഇടപെടുന്ന പ്രസ്ഥാനമാണത്. അതുപോലെ MRDF മീഡിയ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു മീഡിയ രംഗത്ത് ഒരു സ്ഥാപനമുണ്ട്, ഒരു സംഘമുണ്ട്. അവർ ചില CD-കൾ ഇറക്കിയിട്ടുണ്ട്. ആ CD-കൾ ഞങ്ങൾ അന്നും ഇന്നുമൊക്കെ എവിടെയും വിൽക്കുന്നതാണ്, ഇപ്പോഴും വിൽക്കുന്നതാണ്. അന്ന് മൂവാറ്റുപുഴ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തെ ഓഫീസ് റൈഡ് ചെയ്ത് അതിലെ ചില ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തു. അന്ന് 3-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. എന്താണ് കേസ്? മതസ്പർദ്ധ വളർത്തുന്നു എന്നതാണ്. നിങ്ങൾക്ക് ലജ്ജയില്ലേ പോലീസുകാരെ? സർക്കാരിന് ലജ്ജയില്ലേ? എന്താണ് മതസ്പർദ്ധ എന്ന് ആളുകളോട് പറയണ്ടേ? അതിനുശേഷം ഞങ്ങൾ ഈ സെക്രട്ടറിയുടെ മുന്നിൽ ആ CD കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്. എല്ലാവരും വാങ്ങിപ്പോയിട്ടുണ്ട്. ഒരു കേസും എടുത്തിട്ടില്ല. ആ CD വെച്ചിട്ട് മതസ്പർദ്ധ എന്നൊരു കേസെടുത്ത ആളുകൾ 2.5 വർഷം കഴിഞ്ഞപ്പോ ഹൈക്കോടതിയിൽ കേസ് പ്രതിയാക്കിയത് കൊണ്ട് മാത്രം ഹൈക്കോടതിയിൽ പോയി KH നാസർ സാഹിബ് മുൻകൂർ ജാമ്യം കൊടുത്തു. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകാൻ നിർദ്ദേശിച്ചു. കോടതി പോലീസിന്റെ വാദഗതികൾ തള്ളിയിട്ട് പറഞ്ഞു അദ്ദേഹം ഒളിവിലായിരുന്നില്ല, അദ്ദേഹം മകളുടെ കല്യാണം നടത്തി, അദ്ദേഹം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ട്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ട്, പിണറായി വിജയനെ സന്ദർശിച്ചിട്ടുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്തും കോഴിക്കോടും ഓഫീസുകൾ ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒളിവിലായിരുന്നില്ല എന്ന് കോടതി തന്നെ പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരായി അവര് പത്രങ്ങൾക്ക് വാർത്ത കൊണ്ടു കൊടുത്തെന്നറിയുമോ? കോടതിയുടെ പരാമർശങ്ങളെ പോലും ധിക്കരിച്ച് അവഗണിച്ചിട്ട് പത്രങ്ങളോട് പറഞ്ഞത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞിട്ട് സംഘടനയെ, നേതാക്കന്മാരെ, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പോലും അപകീർത്തിപ്പെടുത്താനാണ് നമ്മുടെ തിരുവഞ്ചൂരിന്റെ പോലീസ് ശ്രമിച്ചത്. അതാണ് മെനഞ്ഞാന്ന് വന്ന വാർത്ത. പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയാനില്ലല്ലോ. എന്തൊക്കെയാണ് അപരാധങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരം അപവാദ പ്രവാചകങ്ങൾ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.
നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം. ഈ ഇരിക്കുന്ന 10,000 സാക്ഷ്യത്തിൽ പറയുന്നു, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി ഞങ്ങൾ ഇതുമായി മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ, എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ടോ, അവിടെയൊക്കെ ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കും. അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി സമനീതി പുലരുന്ന ഒരു ഇന്ത്യ രാജ്യം കെട്ടിപ്പടുക്കാൻ, തുല്യനീതി പുലരുന്ന ഇന്ത്യ രാജ്യം വാർത്തെടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ പ്രവർത്തകരും മരിച്ചു വീഴുന്നതുവരെ ഈ ദൗത്യത്തിൽ ഞങ്ങൾ പിന്മാറുകയില്ല. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.